തൃശൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥിന്റെ മരണം വിശദമായി അന്വേഷിക്കാൻ കേരള പോലീസ്. നേപ്പാളിൽ കുളത്തിൽ മരിച്ച നിലയിലാണ് മയൂർനാഥിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടെ അപസ്മാരം വന്നു എന്നാണ് വിവരം. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മയൂർനാഥ് നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഇത് സംബന്ധിച്ച് എന്താണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? വേണു, പിതാവിനെ കൊന്ന കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന മയൂർനാഥ് ജാമ്യത്തിലിറങ്ങി എങ്ങനെ, ആരുടെ സഹായത്തിൽ നേപ്പാളിലേക്ക് പോയി, ഏത് വിധേനയാണ് ഇത്തരത്തിലുള്ളൊരു ഉപദേശം ലഭിച്ചത് എന്നടക്കമുള്ള, ഒപ്പം ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരള പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ നേപ്പാളിൽ നിന്നും കേരള പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുളത്തിൽ അപസ്മാരം വന്ന് മരിച്ചു എന്നുള്ളൊരു വിവരം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളാണ്, അഡീഷണൽ വിവരങ്ങളാണ് കേരള പോലീസ് തേടുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തറയിലും തൃശ്ശൂരിലും ജാമ്യം കിട്ടിയ ശേഷം മയൂർനാഥ് എത്തി എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തറയിലും തൃശ്ശൂരിലും പോലീസിൻ്റെ പരിശോധന കൂടിയുണ്ടാകും. ഈ മയൂർനാഥ് എത്തി എന്ന് പറയപ്പെടുന്ന വീട്ടിലും സ്ഥാപനത്തിലുമായി പോലീസിൻ്റെ ചോദ്യം ചെയ്യലും പരിശോധനയും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ കേസ് ക്ലോസ് ചെയ്യുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. കാരണം ഈ കേസിലെ ഏക പ്രതിയായിരുന്നു മയൂർനാഥ് എന്നത് തന്നെയാണ് ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് തരത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കാരണം. എന്തായാലും കേരള പോലീസ് നേരിട്ട് ഈ അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണം. ശരി, അശ്വിൻ പാലാടിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.